നമ്മളിപ്പോൾ നിൽക്കുന്നത് അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. വലിയ പെരുമ്പുഴ കടവെന്ന് പറയും. ഇവിടെ ഈ വേണ്ട ആറ്റിലെയൊക്കെ വെള്ളം ഇങ്ങനെ ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏവർക്കും നമസ്കാരം. കേരളത്തിൽ അതിഭയങ്കരമായ ചൂടാണ് ഈ വർഷം നമ്മൾ സഹിച്ചത്. ഈ ചൂടിനെല്ലാം ഒരു ശമനമായിട്ട് ഇപ്പോൾ ഭയങ്കരമായ മഴ. കേരളത്തിൽ 3 ദിവസമായി തുടരുന്ന മഴ ആലപ്പുഴ ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ മുതലാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇന്ന് വെളുപ്പിനെ മുതൽ ശക്തമായ മഴയാണ്. ഞങ്ങളിപ്പോൾ കാറിൽ ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞൊരു വ്ളോഗ് ഉണ്ടായിരുന്നു, നമ്മൾ ബൈക്കിൽ പോയൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കാറിലുള്ളൊരു വ്ളോഗാണ്. അപ്പം റോഡിലെ ചില കാഴ്ചകളും ഒക്കെ കണ്ടിങ്ങനെ ഒരു ട്രാവലിംഗ് ആണ് ഇന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. കേരളത്തിലെ ഈ വാർത്താ ചാനലുകളൊക്കെ തന്നെ ന്യൂസുകൾ വരുന്നുണ്ട്. ചിലയിടത്തൊക്കെ ചില കാഷ്വാലിറ്റീസൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ചില മുന്നറിയിപ്പുകൾ തീരദേശത്തും അതുപോലെ പിന്നെ ഈ കിഴക്കൻ ഏരിയയിൽ മലയിടിച്ചിലൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ബംഗാൾ ഉൾക്കടലിലെ ഇപ്പോൾ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ മഴ നമുക്ക് എപ്പോഴും സന്തോഷമാണ്. മഴയെ പ്രണയിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ മലയാളികൾ. പ്രത്യേകിച്ച് കവിതകളും ഒക്കെ ഉണ്ട്, സിനിമാ പാട്ടുകളുണ്ട്, മഴയെന്നുള്ള പാട്ടുകളുണ്ട്. അങ്ങനെ മഴയെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ദുരിതം അനുഭവിക്കുന്ന ആലപ്പുഴ, കുട്ടനാട് കൂട്ടുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ദുരിതം, അതൊക്കെ നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. ഏതായാലും നമ്മളിപ്പോൾ മഴയൊന്ന് ആസ്വദിച്ച് പോവുകയാണ്. ആർക്കും ഒന്നും സംഭവിക്കാതെ ഈ മഴ ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതെ പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ നമ്മൾ നങ്ങ്യാർകുളങ്ങര നാഷണൽ ഹൈവേയിലേക്ക് കയറുകയാണ്. നമ്മൾ മാവേലിക്കര റൂട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ വ്ളോഗുകൾ പലതും വന്നിട്ടുണ്ട്. മഴയാകുമ്പോൾ ഈ ഹൈവേ കൂടെയുള്ള യാത്ര കഴിഞ്ഞ വ്ളോഗുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് പോകണം. കാര്യം റോഡ് പലയിടത്തും നമുക്ക് പോകുന്ന റോഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ സിഗ്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്രോസ് ചെയ്ത് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4 സൈഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു കൺട്രോളിലതൊക്കെ വണ്ടി കയറി വരുന്നുണ്ട്. കുട്ടികളൊക്കെ പോകുന്നുണ്ട്. എനിക്ക് സ്കൂളൊക്കെ തുറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സ്കൂൾ തുറക്കുന്ന ഒരു മഴ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഉള്ളതാണ്. എന്നാൽ പോലും ഈ പഠന ശിബിരങ്ങളൊക്കെ ഉണ്ട്. മധ്യവേനൽ അവധിക്ക് സ്കൂളുകളിൽ ഇപ്പം പഴയ മാതിരിയൊന്നുമല്ല, 2 മാസം നടത്തിയിടത്തൊന്നുമില്ല. പല ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒക്കെ സ്കൂളുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളുകളൊക്കെ ഇപ്പോൾ പലതും ആക്റ്റീവാണ്. നമ്മുടെ തീരദേശ റെയിൽപാതയാണ്, കവല ക്രോസിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നല്ല മഴയാണ്. നിരന്തരമായി ഇപ്പോൾ ഇങ്ങനെ ഒരു മഴയെന്നൊക്കെ പറഞ്ഞാൽ പഴയ പ്രളയം ഉണ്ടായ സമയത്തൊക്കെയാണ് മണിക്കൂറുകളും മഴ പെയ്തത്. ഏതാണ്ട് അതിന് സമാനമായ രീതി തന്നെ നോൺ സ്റ്റോപ്പായിട്ട് പെയ്യുകയാണ് മഴ. മഴയത്തുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വൈപ്പറൊക്കെ ഇത് ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിൽ വരും. അതുപോലെ തന്നെ ചില ക്ലാരിറ്റിയൊക്കെ കുറച്ച് കുറയും. ഓഡിയോ ക്ലാരിറ്റിയും ഒക്കെ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സദയം ക്ഷമിക്കുക.
പാലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഈ ജലം ഇങ്ങനെ ശക്തമായിട്ട് റോഡിലോട്ട് വീഴുന്നത് ഈ റോഡിനും കേടാണ്. റോഡ് ടാർ ചെയ്തെടുത്തൊക്കെ ഗർത്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ഇങ്ങനെ ശക്തമായ മഴ കണ്ട് ആസ്വദിച്ചു പോവുകയാണ്. മഴയ്ക്ക് മുമ്പേയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ സംസ്ഥാനം ഒട്ടാകെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ. ഇപ്പോൾ കുറേ ഇടത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ഈ മഴയുടെ മാരികളൊക്കെ ഉണ്ടല്ലോ, ഇനിയും പനിയും മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ നമ്മളെത്ര ശ്രദ്ധിച്ചാലും പ്രായമുള്ളവർക്കൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയം കൂടിയാണ് മഴക്കാലം. മഴക്കാലത്തിൻ്റെ ദോഷവശങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ പള്ളിപ്പാട് അടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ പമ്പിലോട്ടൊന്ന് കയറുകയാണ്. പെട്രോളൊക്കെ അടിച്ചിട്ട് പോവാം. നല്ല തിരക്കുണ്ട് പമ്പിൽ. ഇപ്പം നമ്മൾ കരിപ്പുഴ എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ പണ്ട് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം കയറിയിട്ട് ഇവിടെ റോഡ് ബ്ലോക്കാവും. ഈ പിന്നെ സംസ്ഥാന പാത ബ്ലോക്കാകുമായിരുന്നു. ഇപ്പം നല്ല പൊക്കത്തിൽ ഇവിടെ പാലം വന്നതിന് ശേഷം ആ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. നമ്മൾ ആ പാലത്തേക്കൂടാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. പണ്ട് കാറൊക്കെ ഇടിച്ച് കയറി വരുന്നു. ഇവിടെ ആണ് കരിപ്പുഴ പുഞ്ചയാണ് ഈ കാണുന്നത്. റൈറ്റ് സൈഡ് നമ്മൾ തട്ടാരമ്പലം വലിയ വരുമ്പുഴ, ഇത് മാന്നാർ റൂട്ടാണ് ഇപ്പോൾ പോകുന്നത്. മഴയത്ത് ഞങ്ങൾ സ്നാക്സൊക്കെ ഉഴുന്നുവടയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. വലിയ വരുമ്പുഴ കടവെന്ന് പറയും. ഇവിടെ ഈ ആറ്റിലെയൊക്കെ വെള്ളം ഇങ്ങനെ ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തെ മഴ കൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്.